ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ രൂപയും കല്യാണിയും കൂടി എത്തിയിരിക്കുകയാണ്. വന്ന ഉടനെ തന്നെ രൂപ ചോദിക്കുന്നുണ്ട്, അവൻ ആലോചിച്ച് കിടക്കുകയാണ്, ഇനി ആരെ കൊല്ലണമെന്ന് അവൻ ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് ഇവരെ തിരിഞ്ഞു നോക്കുന്നത് തന്നെ രാഹുല്. അപ്പൊ ആ സമയത്ത് രാഹുലിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ രൂപ. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഞാൻ എത്രയായാലും നീ എന്നെക്കാളും പ്രായം കൂടിയവനല്ലേ, എന്നിട്ട് പോലും നിനക്ക് ഇത്തിരി വിവരം പോലും ഇല്ലല്ലോ. നീയൊക്കെ മനുഷ്യജന്മത്തിൽ ജനിച്ചത് എന്തിനാടാ എന്നൊക്കെ എന്നെ ചോദിച്ചു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ രൂപ. അപ്പൊ ആ സമയത്ത് ചന്ദ്രസേനനെ ഇന്നലെ അച്ഛനെ ആരോ വന്ന് തല്ലിയായിരുന്നു എന്ന് കല്യാണി പറയുമ്പോൾ അത് ഞാനല്ല എന്ന് പറയുന്നുണ്ട്. താനല്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ താൻ ഏർപ്പാടാക്കിയ ആൾക്കാർ ആരോ ആണ് എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് കല്യാണി. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല, അപ്പോൾ കിരണേട്ടനെ വീഴ്ത്തിയതും നീ തന്നെ, അച്ഛൻ്റെ പുറകെ മകന് പുറകെ അച്ഛനെയും വീഴ്ത്തിയില്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഇല്ല, ഇതിൻ്റെ പുറകിലൊന്നും ഞാനല്ല, ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ കിടക്കാണ്, എല്ലാത്തിൻ്റെയും പുറകെ താൻ തന്നെയാണ്, പിന്നെ താൻ എന്തിനാണ് ഈ വീട്ടിലേക്ക് വരാതെ ഒളിവിൽ താമസിച്ചിരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി. അപ്പൊ ആ സമയത്ത് പറയാണ്, അത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എനിക്കായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് ഞാൻ പേടിച്ചിട്ടാണ്, ചന്ദ്രസേനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് രൂപ പറയാണ്, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളുടെ ജീവിതം തന്നെ ആകെ തകർന്നിരിക്കുകയാണ്, എൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലേ നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത്, ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും അറിയാം നിങ്ങളുടെ മകളുടെ ജീവിതം ആകെ താറുമാറായി കിടക്കുകയാണെന്ന്, എന്നിട്ട് പോലും നിങ്ങൾക്കൊന്നും ഒതുങ്ങാറായില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വഴക്ക് പറയാണ്. ഇനി അങ്ങനെ രാഹുലിന്റെ കവളിലിങ്ങനെ ഞെക്കി പിടിക്കുകയാണ് കൈകൊണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങോട്ട് കൊല്ലാനാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയുന്നുണ്ട്, ഇയാളെ ആദ്യമായി ബകാസുരൻ എന്ന് വിളിച്ചത് എൻ്റെ അമ്മൂമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ആ പേര് നല്ല യോജിച്ചൊരു പേര് തന്നെയാണ് എന്ന് രൂപ പറയുമ്പം ഇല്ല അമ്മേ, ആ ബകാസുരന് പോലും അസുര ജന്മങ്ങൾക്ക് പോലും ഒരിത്തിരി അവരുടെ കുടുംബങ്ങളെയും കൂടപ്പിറപ്പുകളെയും സ്നേഹിക്കുന്നൊരിതുണ്ട്, അയാൾക്ക് അദ്ദേഹത്തിന് പോലും ഇവനെ കാണുമ്പോൾ അറപ്പായിരിക്കും, ആ ഒരു പേര് ഇവനിട്ടതിൽ അദ്ദേഹത്തിന് ദേഷ്യമായിരിക്കുമെന്നിങ്ങനെ കല്യാണി പറയാണ്. അങ്ങനെ ഇനി മേലാൽ എൻ്റെ കുടുംബത്തിൽ തൊട്ട് നീ കളിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയോടാ നിന്നെ എന്നും പറഞ്ഞിട്ട് തന്നെയാണ് രൂപ അവിടെ നിന്നും കല്യാണിയും രൂപ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണി കിരണിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ചന്ദ്രസേനനും ഈ ഗംഗപ്രസാദും ഈ ജെറി ജോണും ഒന്ന് തന്നെയാണോ എന്നാണ് ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, അത് എത്രയും വേഗം നമ്മളത് കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ അതെ, അത് ശരിയാണ്, അതിന് തന്നെയാണ് ഇനി അടുത്ത എൻ്റെ നീക്കം, അപ്പോൾ അതിനായിട്ട് ഒരേ ഒരു മാർഗം മാത്രമേ ഇനി എൻ്റെ മുന്നിലുള്ളൂ എന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി പോകുന്നത് നമ്മുടെ ചന്ദ്രസേനൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു ആൻറ്റി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, ഇന്നലെ അച്ഛനെ അവിടെ ആരോ വന്ന് ആക്രമിച്ച് വീട് കയറിയിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേടാക്കിയിട്ടാണ് ഇവിടത്തെ ഒന്ന് പരിശോധിക്കാൻ ആൻറ്റി ഒന്ന് പരിശോധിക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനെന്താ മോള് വായോ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല മോൾ ഇതിൻ്റെ കാര്യങ്ങൾ, മോള് നോക്കിക്കോ, അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് നേരെ കല്യാണി അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഭാഗത്ത് വണ്ടി വെച്ചിട്ട് അപ്പുറത്തെ വീടിന് മതിൽ ചാടിയിട്ടുള്ളതാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്, കാരണം വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നു, പക്ഷെ ഞാൻ പിന്നെ അത്ര അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ്, മതിലിൻ്റെ ഇപ്പുറത്താണ് വണ്ടി കൊണ്ട് നിർത്തുന്നതും അങ്ങനെ ഹെൽമെറ്റ് ധരിച്ച് അവൻ മതിലെടുത്ത് ചാടുന്ന ദൃശ്യവും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട്, കണ്ട അമ്മ ഇപ്പം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ, ഓക്കെ ആൻറ്റി, എന്തായാലും താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് കിരണിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കിരൺ ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കിരൺ അത് നോക്കിയിട്ട് പറയുന്നുണ്ട്, അവൻ മുഖം മറച്ചിട്ടാണ് അവൻ വന്നിട്ടുള്ളത്, ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ജെറി തന്നെയാണെന്ന് തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ഉറപ്പിക്കാൻ പറ്റില്ല കിരണേട്ടാ, കാരണം നമ്മുടെ മനസ്സിൽ അവൻ സംശയമായി കിടക്കല്ലേ, അപ്പം നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം എന്ന് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ ജെറിയെ തന്നെയാണ് കാണിക്കുന്നത്. ജെറി വിക്രവുമായി സംസാരിക്കുകയാണ്. അങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട്, എന്തായാലും ആ ചന്ദ്രസേനനെ എനിക്ക് കിടത്താൻ പറ്റിയില്ല, അതങ്ങനെ കിടക്കട്ടെ, എന്തായാലും ഞാൻ അവിടം വരെ പോവാണ് കിരണിൻ്റെ വീട്ടിലേക്ക്, എന്നെ എന്തെങ്കിലും സംശയമുണ്ടോ എന്നറിയണം എന്ന് പറയുമ്പോൾ
നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അത് വേണോ ഏട്ടാ, ഏട്ടനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവില്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഏട്ടനെ പിടിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, സംശയമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയണം, പിന്നെ അവരുടെ നീക്കം എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എനിക്കറിയണം. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ കല്യാണി ഉണ്ടല്ലോ, അവൾക്ക് ബുദ്ധി കൂടുതലുള്ള പെണ്ണാണ്, അവളെ അങ്ങനെയൊന്നും അവിടെ ഒന്നും വീഴ്ത്താൻ പറ്റത്തില്ല. ഈ ചന്ദ്രസേനെ വീഴ്ത്തിയ നേരം ആ കല്യാണിയുടെ കൈയും കാലം തല്ലിയൊടിക്കേണ്ടതായിരുന്നു എന്ന് വിക്രം പറയുമ്പോൾ, എടാ നീ തന്നെയല്ലേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ ചന്ദ്രസേനനെ അങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റില്ല എന്ന്. തന്നെയല്ല രാഹുലേട്ടനും പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് പണം കൊണ്ടായാലും സ്വാധീനം കൊണ്ടായാലും അയാൾക്ക് ആൾബലം കൂടുതലാണെന്നൊക്കെ. അപ്പം അതുകൊണ്ട് അയാളെയാണ് ആദ്യം വീഴ്ത്തേണ്ടത്. അയാൾ വീണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കല്യാണിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീഴ്ത്താടാം, നീ പേടിക്കേണ്ട. എന്തായാലും എൻ്റെ കൂടെ നിർത്തിയവരെ ഒന്നും ഞാൻ കൈയൊഴിയില്ല, അവർക്ക് നല്ല ഉപകാരം തന്നെ ഉണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്, നീ പേടിക്കേണ്ട, ഞാൻ എന്തായാലും പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിക്രം വീണ്ടും പറയാണ്, ദൈവങ്ങൾ പോലും അവൾക്ക് അനുകൂലമാണ്, അവൾക്ക് ബുദ്ധി കൂടുതലുള്ളതാണ് കേട്ടോ, അതങ്ങനെ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെറി ആണെങ്കിൽ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും പോവുകയാണ് നേരെ കിരണിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ജനൽ കർട്ടൻ മാറ്റിയിട്ട് നോക്കുന്നുണ്ട് കല്യാണി. അപ്പം ജെറിയെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ദീപയോടൊക്കെ ചെന്ന് പറയുന്നുണ്ട്, ദേ അവൻ വന്നിട്ടുണ്ട് ജെറി, അവൻ തന്നെയാണോ ഗംഗപ്രസാദ് എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് അമ്മേ, എന്തായാലും 1 മിനിറ്റ് കഴിഞ്ഞ് വാതിൽ തുറന്നാൽ മതി. അപ്പം അതെന്താ മോളെ എന്ന് ദീപ ചോദിക്കുമ്പോൾ, കിരണേട്ടനോട് ചെന്ന് വിവരം പറയട്ടെ, കിരണേട്ടനെ അങ്ങനെ കിടത്തട്ടെ എന്ന് പറയാണ്. അപ്പം ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേഗം ചെന്ന് കിരണോട് വിവരം പറയുകയാണ്. ദേ ആ ജെറി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിരണൻ വേഗം ആ കയ്യിലെ ഇതൊക്കെ എടുത്തിട്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടെ കിടക്കുകയാണ്. ഞാൻ കിരണേട്ടന് ജ്യൂസ് എടുത്ത് കൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോയിട്ട് പിന്നീട് നമ്മുടെ ജെറി അകത്തേക്ക് വരികയാണ്. ബെല്ലടിക്കുമ്പോൾ ദീപ നല്ല സന്തോഷത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. മോനായിരുന്നു, വാ മോനെ, അപ്പോൾ എന്നെ ആർക്കൊരു സംശയവുമില്ല എന്ന് ജെറി മനസ്സിൽ വിചാരിക്കുകയാണ്. മോനെന്താ അവിടെ തന്നെ നിൽക്കണേ, വാ അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയുണ്ട് ഇപ്പോൾ കിരണേനെ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോനെ, അങ്ങനെ തന്നെ എന്ന് പറയാണ്. അപ്പോൾ താരയെ കാണുമ്പോൾ ആൻറ്റി ഇപ്പോൾ ഇവിടെ തന്നെയാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദീപ പറയാണ്, അവൾ എവിടെ പോവാനാണ്, എവിടെ പോയിട്ടും കാര്യമില്ല, എവിടെ ഒറ്റയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ മകള് തന്നെയാണ് കടാരയുമായിട്ട് അമ്മയെ കൊല്ലാനായിട്ട് ഇറങ്ങുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ കിരൺ എന്തെന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ട് മോനെ, പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെറി നല്ല സന്തോഷത്തിലാണ്, ആർക്കും തന്നെ സംശയമില്ല എന്നുള്ള രീതിയിൽ നേരെ കിരണിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പം ദീപ പറയുന്നുണ്ട്, ഇവനാണ് ഗംഗപ്രസാദ് എങ്കിൽ ഇവനെ സൂക്ഷിക്കണം, ഇവന് 2 മൈൻഡുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ താരയോടായിട്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കല്യാണിയാണെങ്കിൽ ജ്യൂസ് വായിൽ കോരി കൊടുക്കുകയാണ് നമ്മുടെ കിരണിന്. ആ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ട് വരികയാണ്. ജെറിയേട്ടനോ വായോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കല്യാണി. അപ്പോൾ ആ സമയത്ത് ഇന്നലെ ഒരു സംഭവം നടന്നു, ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അച്ഛനെ ഇന്നലെ ആരോ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ജെറിയുടെ ആ ഒരു നിപ്പും ആലോചനയും കാര്യങ്ങളൊക്കെ തന്നെ കല്യാണി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അച്ഛനങ്ങനെ പെട്ടെന്നൊന്നും വീഴ്ത്താൻ പറ്റില്ല, അച്ഛൻ ഈ നാട്ടിലുള്ള ആർക്കും അങ്ങനെ വീഴ്ത്താൻ പറ്റത്തില്ല, ഇതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ തന്നെയല്ല അച്ഛൻ അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ നല്ല ആരോഗ്യമുള്ളവനാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കിരൺ എങ്ങനെയുണ്ട് ടെസ്റ്റിന്, പിന്നെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോയായിരുന്നു, ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ തന്നെയാണെന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജെറിയേട്ടൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാമെന്ന് പറയാണ്. വേണ്ട കല്യാണി, ചായ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ശരിയാവില്ല ജെറിയേട്ടൻ, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ജെറി കിരണിൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജെറി പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു കിടക്കേണ്ടി വന്നല്ലോ, മകന് പുറമെ അച്ഛനുമായിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വന്നല്ലോ, അത് ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണടാ എന്ന് കിരൺ മനസ്സിൽ കരുതുന്നുണ്ട്. കല്യാണി വേഗം പോയിട്ട് അവൻ്റെ ആ ബുള്ളറ്റിൻ്റെ ഫുള്ള് ഫോട്ടോ എടുക്കുകയാണ്, ചുറ്റിലും നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാർത്തികയെ വിളിക്കുകയാണ്. കാർത്തികയോട് പറയുന്നുണ്ട്, ചേച്ചി എത്രയും വേഗം എനിക്കൊന്ന് കാണണം. അപ്പോൾ അതിനെന്താ കല്യാണം, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.